അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്നും വിവാദങ്ങളുടെയും നാടകീയ നിമിഷങ്ങളുടെയും കേന്ദ്രബിന്ദുവാണ് ഡൊണാൾഡ് ട്രംപ്. പൊതുവേദികളിലും തിരഞ്ഞെടുപ്പ് റാലികളിലും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ജനക്കൂട്ടം പലപ്പോഴും ആവേശഭരിതരാകാറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായ പ്രതിഷേധങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ തികച്ചും നാടകീയവും അതേസമയം ട്രംപിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതുമായ ഒരു സംഭവമാണ് പെൻസിൽവാനിയയിലുള്ള മകുൻഗിയിലുള്ള മാട്രിക്സ് ഫാക്ടറിയിൽ അരങ്ങേറിയത്. അമേരിക്കൻ നിർമ്മാണ മേഖലയെയും രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെയും കുറിച്ച് ട്രംപ് സംസാരിച്ചു കൊണ്ടിരുന്ന വേദിയിലേക്കാണ് അപ്രതീക്ഷിതമായ പ്രതിഷേധം ഇരച്ചു കയറിയത്. ഫാക്ടറിയിൽ തടിച്ചുകൂടിയ തൊഴിലാളികളെയും അനുകൂലികളെയും അഭിസംബോധന ചെയ്ത് ട്രംപ് തന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് സദസ്സിൽ നിന്നും ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിയത്. തന്റെ പ്രസംഗത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ഉയർന്നു വന്ന ആ അധിക്ഷേപങ്ങൾ ട്രംപിനെ ഒരു നിമിഷം നിശബ്ദനാക്കാൻ പോകുന്നതായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവർ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തി തന്റെ ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രതിഷേധക്കാരൻ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വാക്കുകൾ അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ എന്ന വിവാദ വ്യവസായിയുമായി ഡൊണാൾഡ് ട്രംപിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങളെ പരസ്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമാണ് അയാൾ മുദ്രാവാക്യം വിളിച്ചത്. ട്രംപിന്റെ മുൻകാല ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത പുള്ളികളിൽ ഒന്നായി രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കാട്ടുന്ന ഈ വിഷയം ഒരു പൊതുവേദിയിൽ, അതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ വിളിച്ചു പറയപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്നവരെ അമ്പരപ്പിച്ചു. സംഭവം വൻ വലിപ്പത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഫാക്ടറിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ട്രംപിന്റെ വ്യക്തിഗത സുരക്ഷാ വിഭാഗവും അതിവേഗം രംഗത്തിറങ്ങി. ആരോപണങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തുകയും അയാളെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. തികച്ചും പ്രൊഫഷണലായ രീതിയിലാണ് സുരക്ഷാ സേന കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെങ്കിലും വേദിയിലുണ്ടായ നാടകീയത പ്രസംഗത്തിന്റെ ഗൗരവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. അതേസമയം ട്രംപിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികളും അണികളും സദസ്സിലുണ്ടായിരുന്നു. പ്രതിഷേധക്കാരൻ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതോടെ അവർ പ്രകോപിതരായി. അയാൾക്കെതിരെ കൂട്ടത്തോടെ കൂവാനും വേദിയിൽ അസ്വസ്ഥത സൃഷ്ടിച്ച വ്യക്തിയെ ചീത്ത വിളിക്കാനും ജനക്കൂട്ടം തയ്യാറായി. ഫാക്ടറിക്കകത്ത് പെട്ടെന്നുണ്ടായ ഈ ബഹളവും കൂക്കിവിളികളും അന്തരീക്ഷം കൂടുതൽ വഷളാക്കി. ട്രംപിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവർ പ്രതിഷേധക്കാരന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. സുരക്ഷാ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രതിഷേധക്കാരനെ ഫാക്ടറിക്ക് വെളിയിലേക്ക് എത്തിച്ചത്. അയാൾ നിരന്തരം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അയാളെ വളയുകയും വേദിയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമയം അത്രയും ഫാക്ടറിക്കുള്ളിൽ ബഹളമയമായ അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത്. ട്രംപ് തന്റെ പ്രസംഗം താൽക്കാലികമായി നിർത്തിവെച്ച് വേദിയിൽ നിന്ന് തന്നെ ഈ സംഭവ വികാസങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. അമേരിക്കൻ വ്യവസായ മേഖലയുടെ ഉണർവ്, പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കൽ, പുതിയ സാമ്പത്തിക നയങ്ങൾ എന്നിവയെക്കുറിച്ചായിരുന്നു ട്രംപ് അവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. മാട്രിക്സ് പോലുള്ള ഒരു വലിയ നിർമ്മാണശാല തന്റെ നയങ്ങൾ വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വേദിയായാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ അപ്രതീക്ഷിത തടസ്സം കാരണം ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിച്ച സാമ്പത്തിക അജണ്ടകളിൽ നിന്നും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ പൂർണ്ണമായും മാറിപ്പോയി. ഫാക്ടറിക്കകത്തുണ്ടായ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ മൊബൈൽ ഫോണുകളിൽ പകർത്തിയിരുന്നു. സുരക്ഷാ ജീവനക്കാർ പ്രതിഷേധക്കാരനെ വലിച്ചിഴിച്ചു കൊണ്ട് പോകുന്നതിന്റെയും സദസ്സ് കൂവുന്നതിന്റെയും ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായത്. എക്സ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയിടങ്ങളിൽ ഈ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടത്. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഈ വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ സംഭവം വെറുമൊരു പ്രസംഗം തടസ്സപ്പെടുത്തൽ എന്നതിനപ്പുറം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയ്ക്കാണ് വീണ്ടും വഴി തുറന്നിരിക്കുന്നത്. കുപ്രസിദ്ധനായ ജെഫ്രി എപ്സ്റ്റീനുമായി ഡൊണാൾഡ് ട്രംപിന് പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന സൗഹൃദം ഇപ്പോഴും ട്രംപിനെ വേട്ടയാടുന്ന ഒന്നാണ്. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയായിരുന്ന എപ്സ്റ്റീന്റെ ഭൂതകാലവുമായി ട്രംപിനെ ബന്ധിപ്പിക്കുന്ന ചർച്ചകൾക്ക് ഈ ഒരു പ്രതിഷേധം വീണ്ടും ആക്കം കൂട്ടിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അമേരിക്കൻ പൊതുസമൂഹത്തിൽ ഇപ്പോഴും എത്രത്തോളം സജീവമാണ് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ട്രംപ് എത്രയൊക്കെ വികസന കാര്യങ്ങളും സാമ്പത്തിക നയങ്ങളും സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെ കുറിച്ചുള്ള കടുത്ത ചോദ്യങ്ങളും വിമർശനങ്ങളും ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുമെന്നതിന്റെ സൂചനയാണിത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് ട്രംപിന്റെ പ്രചാരണ വിഭാഗത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വലിയൊരു വ്യവസായശാലയ്ക്കുള്ളിൽ ഇത്രയും കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ പ്രതിഷേധക്കാരൻ എങ്ങനെ അകത്തു കടന്നു എന്നതിനെ കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.
ട്രംപ് പങ്കെടുക്കുന്ന പരിപാടികളിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ചർച്ചകൾ മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ മാട്രിക്സ് ഫാക്ടറിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അധികൃതർ തയ്യാറായേക്കും. ട്രംപിനെ അനുകൂലിക്കുന്നവർ ഈ സംഭവത്തെ അദ്ദേഹത്തെ തകർക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയായാണ് ചിത്രീകരിക്കുന്നത്. ട്രംപിന്റെ ജനപ്രീതിയിൽ ഭയന്ന എതിരാളികൾ ആളുകളെ പണം കൊടുത്തുവിട്ട് പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു. ഫാക്ടറിയിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ട്രംപിനൊപ്പമാണെന്നും ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ ബാധിക്കില്ലെന്നുമാണ് അവരുടെ വാദം. എന്നാൽ ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയും അദ്ദേഹത്തിനെതിരെയുള്ള ജനവികാരവും തമ്മിലുള്ള കടുത്ത ധ്രുവീകരണമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സമൂഹം ട്രംപിനെ അനുകൂലിക്കുന്നവരും കടുത്ത ഭാഷയിൽ എതിർക്കുന്നവരുമായി എത്രത്തോളം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണ് പെൻസിൽവാനിയയിൽ കണ്ടത്. വരും ദിവസങ്ങളിൽ ട്രംപ് പങ്കെടുക്കുന്ന മറ്റു പൊതുപരിപാടികളിലും സമാനമായ സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. മാട്രിക്സ് ഫാക്ടറിയിലെ ഈ നാടകീയ നിമിഷങ്ങൾ ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു വിവാദ അധ്യായമായി മാറിക്കഴിഞ്ഞു. സാമ്പത്തിക നയങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വേദി വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെയും ഭൂതകാല വിവാദങ്ങളുടെയും വേദിയായി മാറിയത് ട്രംപിന്റെ പ്രചാരണ തന്ത്രങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തുടരുന്ന ഈ ദൃശ്യങ്ങളുടെ പ്രചാരണവും ചർച്ചകളും വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.